അപ്പോൾ തുടങ്ങിയാലോ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്ലീച്ച് എന്ന് പറയുന്ന അനിമയെക്കുറിച്ചാണ്. ബിഗ് 3 എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായ 3 അനിമകളിൽ ഉൾപ്പെട്ട ഒരെണ്ണമാണ് ബ്ലീച്ച് എന്ന് പറയുന്നത്. ബിഗ് 3യിലെ മറ്റ് 2 അനിമകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അത് വൺ പീസും നരൂതോയുമാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ബ്ലീച്ച് എന്ന് പറയുന്ന അനിമ. തിത്തെ കുബോ എന്ന് പറയുന്ന കലാകാരനാണ് ബ്ലീച്ച് എന്ന് പറയുന്ന അനിമ എഴുതി മാംഗയിലൂടെ സീരിയലൈസ് ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയത്. 2018 വരെ 120 മില്യൺ കോപ്പികളാണ് ഈ ബ്ലീച്ചിൻ്റേതായിട്ട് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് 2017 വരെ തുടർച്ചയായിട്ട് സീരിയലൈസ് ചെയ്ത് സംപ്രേഷണം ചെയ്ത അനിമയാണ്. അത് കഴിഞ്ഞിട്ട് 2022 ഒക്ടോബറിൽ ബ്ലീച്ച് വീണ്ടും പുതിയ കഥകളുമായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ബ്ലീച്ചിൻ്റെ ആരാധകരൊക്കെ ബ്ലീച്ച് തീർന്നു പോയല്ലോ, ഇനി ബ്ലീച്ച് നമ്മൾ ഒന്നേന്ന് പഴയത് തന്നെ കാണണമല്ലോ എന്നൊക്കെ വിചാരിച്ച് വീണ്ടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 2022 ബ്ലീച്ച് വീണ്ടും വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വന്നത്. ആ വാർത്ത വന്നതോടുകൂടി തന്നെ ആരാധകർ വീണ്ടും ബ്ലീച്ചിൻ്റെ പഴയ സീരീസുകളിലേക്ക് മടങ്ങിപ്പോയിട്ട് ആവേശപൂർവ്വം ബ്ലീച്ചിൻ്റെ ഓരോ പഴയ ഭാഗങ്ങളും കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ബ്ലീച്ചിൻ്റെ സ്വീകാര്യത എന്ന് പറയുന്നത്. അനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തിയും ആരാധകരുമുള്ള അനിമയാണ് ബ്ലീച്ച്. വ്യത്യസ്തമായിട്ടുള്ള കഥയും മികച്ച അവതരണവുമാണ് ബ്ലീച്ചിന് ഇത്രയും കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തത്. ജപ്പാൻ മിത്തോളജിയിലെ മരണത്തിൻ്റെ ദേവതയായ ഷിനിഗാമിയെ മരണത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഈ അനിമയിലൂടെ അവതരിപ്പിച്ചു എന്നൊരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. പ്രേതങ്ങളുമായി സംസാരിക്കാൻ കഴിയുന്ന, അവരുമായി ഇടപഴകാൻ കഴിയുന്ന ഇച്ചിഗോ എന്ന് പറയുന്ന നായകനാണ് ഈ ബ്ലീച്ച് എന്ന് പറയുന്ന അനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. പ്രേതങ്ങൾ, ഒരു മനുഷ്യൻ മരിച്ച് പോയി കഴിഞ്ഞിട്ടാണ് പ്രേതങ്ങളായി മാറുന്നത്. ഈ പ്രേതങ്ങളിൽ നല്ലവരായിട്ടുള്ള പ്രേതങ്ങളും ചീത്തകളായിട്ടുള്ള പ്രേതങ്ങളുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ചീത്ത പ്രേതങ്ങൾ നല്ലവരായിട്ടുള്ള പ്രേതങ്ങളെ ആക്രമിച്ച് കീഴടക്കി അവരെയും ചീത്തയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ ജപ്പാൻ മിത്തോളജിയിലെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചീത്ത സ്വഭാവങ്ങളുള്ള ഈ പ്രേതങ്ങളെ നല്ലവരാക്കി മാറ്റി അവരെ ഈ ഭൂമിയിൽ നിന്ന് തിരികെ അയക്കുക എന്നുള്ളതാണ് ഒരു ഷിനിഗാമികളുടെ ദൗത്യം എന്ന് പറയുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു ഷിനിഗാമിയാണ് റുക്കിയ എന്ന് പറയുന്നത്. ഈ റുക്കിയ നമ്മുടെ ഇച്ചിഗോയെ തേടി വരുന്നതും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇച്ചിഗോ റുക്കിയയുടെ ശക്തിയൊക്കെ സ്വന്തമാക്കി ഒരു ഷിനിഗാമിയായി മാറി പ്രേതങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുന്നതുമൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാ തന്തു എന്ന് പറയുന്നത്. ഒരേ സമയം നായകനും പ്രതിനായകനുമൊക്കെയായി മാറി ഇച്ചിഗോ ഈ ബ്ലീച്ച് എന്ന് പറയുന്ന അനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ ധാരാളം പ്രേത കഥകൾ കേൾക്കുകയും പ്രേത സിനിമകൾ കാണുകയും ഹോളിവുഡിലെയൊക്കെ പല പ്രേത സിനിമകളും ഒക്കെ കണ്ട് പേടിച്ച് ഉറങ്ങാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സിനിമകളെയൊക്കെ കവച്ച് വയ്ക്കുന്ന തരത്തിലുള്ള വളരെ മികച്ച അവതരണമാണ് ബ്ലീച്ച് എന്ന അനിമയെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ കണ്ട് ശീലിച്ച കഥകളെയും കണ്ട് ശീലിച്ച രീതികളെയും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സംഘർഷങ്ങളും പോരാട്ടങ്ങളും കഥകളൊക്കെയാണ് ഈ ബ്ലീച്ചിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാം തന്നെ. അതിലെല്ലാത്തിലും ഉപരി പശ്ചാത്തല സംഗീതം ഇതുപോലുള്ളൊരു പ്രേത കഥയെ അല്ലെങ്കിൽ പ്രേതങ്ങളുമായിട്ടുള്ള പോരാട്ടങ്ങളുടെ കഥയെ എത്രത്തോളം സ്വാധീനിക്കുന്നു, അത് എത്രത്തോളം അതിൻ്റെ വിജയത്തിൻ്റെ ഘടകമാകുന്നു എന്നറിയണമെങ്കിൽ ബ്ലീച്ച് കണ്ടു നോക്കിയാൽ മതി. പശ്ചാത്തല സംഗീതത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ ഭയന്നു പോകുവാനോ അത്ഭുതപ്പെട്ടു പോകുവാനോ ഒക്കെ കഴിയുന്ന തരത്തിലാണ് ബ്ലീച്ച് എന്ന അനിമയിലെ ഈ സംഗീത വിഭാഗം കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2004 മുതൽ 2012 വരെ TV ടോക്കിയോ ആണ് 366 എപ്പിസോഡുകളിലൂടെ ബ്ലീച്ച് എന്ന അനിമെ സീരിയലൈസ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അഡൽട്ട് സിം എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് അമേരിക്കയിലേക്കും തുടർന്ന് വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെ ബ്ലീച്ചിനെ കൊണ്ടുപോയത്.
ഇന്ന് ലോകത്താകമാനം ബ്ലീച്ചിന് എത്ര ആരാധകരുണ്ട് എന്ന് നോക്കിയാൽ പ്രശസ്തമായ പല ഹോളിവുഡ് സിനിമകൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ആരാധകർ ബ്ലീച്ച് എന്ന അനിമയ്ക്കുണ്ട് എന്നുള്ളതാണ് പുറത്ത് വന്നിട്ടുള്ള കണക്കുകൾ. ഇത്രയും കൂടുതൽ ആരാധകരെ നേടി ബ്ലീച്ച് എന്ന് പറയുന്ന പ്രേതങ്ങളുടെ കഥ ചർച്ച ചെയ്യുന്ന ഒരു അനിമയെ വിജയിക്കണമെങ്കിൽ ആ അനിമെ കണ്ട് തന്നെ അതിലെ ചിത്രീകരണവും അതിലെ കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. മുമ്പൊക്കെ അനിമെ എന്ന് പറയുന്ന ഒരു വിഭാഗം കേൾക്കാതിരുന്ന സമയത്ത്, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അനിമേഷൻ കാണാതിരുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ട് എന്ന് അറിയാതിരുന്ന സമയത്തൊക്കെ നമുക്ക് ഹോളിവുഡിലെ പ്രേതകഥകളും അല്ലെങ്കിൽ സിനിമകളുമൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും ഇതിന് ലോകം മുഴുവൻ ആരാധകരുള്ളതൊക്കെ കണ്ട് ഇന്ത്യയിലെ സിനിമകളോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സിനിമകളോ ഒക്കെ എന്നെങ്കിലും ഈ തരത്തിലാകുമോ എന്നൊക്കെ അസൂയപ്പെട്ടിട്ടുമൊക്കെ ഇരുന്നൊരു കാലമുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാപ്പനീസ് അനിമകളെ നോക്കിയാണ് ഞാൻ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് അനിമെ പോലെയുള്ള സീരിയലൈസ് ചെയ്ത അല്ലെങ്കിൽ സീരീസുകളായി മാങ്കാപ്പ് എന്ന് പറയുന്ന മാഗസിനിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് വന്നിരുന്ന സംഭവത്തെ അനിമകളാക്കി മാറ്റി അതിനെ സിനിമകളെക്കാളും മികച്ച രീതിയിൽ അവതരിപ്പിച്ച് സീരിയലൈസ് ചെയ്ത് ജപ്പാനിൽ തുടങ്ങിയ വിജയയാത്ര ലോകത്തിൻ്റെ മുക്കും മൂലയിലേക്ക് ചെന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് മികച്ച കലാകാരന്മാരും മികച്ച സാങ്കേതിക വിദഗ്ധരും ഒക്കെയുള്ള ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സിനിമ, നാടക അല്ലെങ്കിൽ ഇത്രയും അനിമേഷൻ മേഖലകളിലുള്ള ആൾക്കാർക്ക് ഇതിനോടൊപ്പം മത്സരിക്കാനുള്ളൊരു ശേഷി കൈവരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു അസൂയ ഇപ്പോൾ ഈ ജാപ്പൻ അനിമകളെ കാണുമ്പോഴുണ്ട്. പിന്നെ ഒന്നുമില്ലെങ്കിലും ഹോളിവുഡിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ള ഇത്തരം അനിമകൾ കാണാൻ അവസരമുണ്ടല്ലോ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളതും സമാധാനം തരുന്നതുമായിട്ടുള്ള കാര്യം. ഇച്ചിഗോ എന്ന് പറയുന്ന നായകൻ ബ്ലീച്ചിൽ അതിമാനുഷിക ശക്തിയോടുകൂടി അതീന്ദ്രിയ ശക്തികളോട് നടത്തുന്ന പോരാട്ടങ്ങളുടെ കഥയുടെ 2ാം ഭാഗം ഈ വർഷം അവതരിക്കുമെന്ന് അറിഞ്ഞതോടുകൂടി അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. നിങ്ങളിൽ പലരും ആ കാത്തിരിപ്പിലാണെന്ന് എനിക്കറിയാം. ബ്ലീച്ചിൻ്റെ പുതിയ വരവും ഒരു വലിയ ചരിത്രമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത അനിമയ്ക്കായിട്ട് കാത്തിരിക്കാം.